ഹായ് വേഴ്സ്, നമ്മളിന്നുള്ളത് കോട്ടയം ചെമ്പ്ളാവ് എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്. നമ്മളിവിടെ വന്നിരിക്കുന്നത് അഖിലേഷ് സൗമ്യ ദമ്പതികളുടെ വീട്ടിൽ ചില ഇൻറ്റീരിയർ വർക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നേരെ കാണുന്ന ഒരു വ്യൂ ആണ്. അത് നിങ്ങളെ ഞാൻ പിന്നീട് കാണിക്കാം. നമ്മൾ ഫസ്റ്റ് കയറി വരുമ്പോഴേ കാണുന്നത് ഒരു ഫോർമൽ ലിവിംഗ് സ്പേസ് ആണ്. ഇവിടെ ഒരു എൽ ഷേപ്പിലുള്ള ഒരു സോഫ സീറ്റിംഗ് ആണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മൾ നേരെ കാണുമ്പോൾ ഒരു പാർട്ടീഷൻ പൂജാ യൂണിറ്റ് ആണ്. ഒത്തിരി നമ്മളൊരു CNC വർക്ക് ചെയ്ത് ബാക്കി ലൈറ്റിംഗ് ഒക്കെ കൊടുത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഇതൊരു ഡൈനിങ് ഏരിയ ആണ്. ഡൈനിങ് ഏരിയയുടെ എൻട്രൻസ് ബാക്കി നമ്മൾ പാനലിംഗ് ചെയ്തിട്ടുണ്ട്. ഒരു 8 സീറ്റർ ഡൈനിങ് ആണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. മാർബിൾ ടോപ്പ് ആണ് ടോപ്പ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങോട്ട് വന്നാൽ ഒരു ക്രോക്കറി ഷെൽഫാണ്. അലുമിനിയം പ്രൊഫൈൽ ഷട്ടേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ലൈറ്റിംഗും കൊടുത്ത് നമ്മൾ കൂടുതൽ മനോഹരമാക്കിയിട്ടുണ്ട്. പിന്നീട് ഇവിടെ ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ സീലിംഗ് വർക്കാണ്. ഇവിടെ സെൻട്രലായിട്ട് തന്നെ ഒരു വിനീർ വർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിന് സ്ക്വയർ ലൈറ്റിംഗ് നമ്മളിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഡൈനിങ്ങിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ ഇവിടുത്തെ കോമൺ വാഷ് വരുന്നത്. കോമൺ വാഷ് ബോട്ടം നമ്മൾ WPCയിലാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ടോപ്പ് നാനോ വൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. നമ്മൾ വാളിൽ WPC പാനലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. അതിൽ ഗോൾഡൻ സ്ട്രൈപ്സ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ മിററും ഇവിടെ ബാക്ക് ലൈറ്റോട് കൂടിയുള്ള മിററുമാണ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങോട്ട് വന്നാൽ ഇതാണ് നമ്മുടെ ഓപ്പൺ കിച്ചൺ. ഡൈനിങ്ങിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ ഓപ്പൺ കിച്ചൺ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. എൻട്രൻസിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ. ഒരു ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ എൻട്രൻസ് വുഡൻ പാനലിംഗ് കൊടുത്ത് ലൈറ്റിങ്ങും ഹാങ്ങിങ് ലൈറ്റും കൊടുത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിനുള്ളിലേക്ക് വന്നാൽ ഇവിടുത്തെ കിച്ചൺ ഒരു വൈറ്റ് ഒരു ടീക്ക് വുഡ് കളർ മിക്സ് ആണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ ഷട്ടേഴ്സ് എല്ലാം നമ്മൾ അക്രിലിക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. മറൈൻ പ്ലൈവുഡ് ആണ് കോർ മെറ്റീരിയലായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഓവർഹെഡും ലോഫ്റ്റും കൊടുത്തിട്ടുണ്ട്. ഓവർഹെഡിൽ തന്നെ നമ്മൾ അലുമിനിയം ഷട്ടേഴ്സ് കൂടെ ഇൻക്ലൂഡ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ആക്സറീസ് ആയിട്ടുള്ള GTPT, അതുപോലെ തന്നെ ടാൻഡമോക്സ്, കട്ട്ലറി, കപ്പാൻ സോസർ, ഓയിൽ പുള്ളോട്ട്, അങ്ങനെ വേണ്ട എല്ലാ ആക്സറീസും നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങോട്ട് വന്നാൽ ഇവിടെ ഓവൻ യൂണിറ്റ്, ഫ്രിഡ്ജ് ഇൻബിൽട്ട് ആക്കി തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. കബോർഡിനുള്ളിലാക്കി തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ടോപ്പിൽ നമ്മൾ ലോഫ്റ്റും കൊടുത്തിട്ടുണ്ട്. ഇതൊരു സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. കിച്ചണിൽ നിന്ന് നമ്മൾ ഷട്ടേഴ്സ് ആയിട്ട് അക്രിലിക് യൂസ് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ വളരെ മനോഹരമാണ് ഇവിടെ ചെയ്തിരിക്കുന്ന കിച്ചൺ. നമ്മൾ ഇങ്ങോട്ട് വന്നാൽ ആ കിച്ചണിൽ ചെയ്തിരിക്കുന്ന പോലെ തന്നെ അക്രിലിക്കാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ടീക്ക് വുഡ് കളർ മിക്സ് ചെയ്താണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ബേസിക് ആയിട്ടുള്ള ആക്സറീസ് എല്ലാം ഇവിടെയും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വാഷ് അങ്ങനെ വേണ്ട എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇങ്ങോട്ട് വന്നാൽ നമ്മൾ സീലിംഗ് ഇവിടെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള സീലിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. പ്രൊഫൈൽ ലൈറ്റ്സും സ്പോട്ട് ലൈറ്റ്സും കൊടുത്ത് നമ്മൾ സീലിംഗ് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇങ്ങോട്ട് വന്നാൽ ഇതൊരു ഫോർമൽ ഫാമിലി ലിവിംഗ് സെപ്പറേഷനാണ്. ഒരു സിമ്പിളായിട്ടുള്ളൊരു പാർട്ടീഷനാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ നമ്മളൊരു GI വർക്കും കൂടെ ചെയ്തിട്ടുണ്ട്. ബ്ലാക്ക് പെയിൻറ്റഡ് GI വർക്കും കൂടെ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സിമ്പിളാണെങ്കിലും കാണാൻ നല്ല മനോഹരമാണ് ആ പാർട്ടീഷൻ. ഇങ്ങോട്ട് വന്നാൽ ഒരു L ഷേപ്പിൽ ഒരു 5 സീറ്റർ സീറ്റിംഗ് ആണ് നമ്മളവിടെ ചെയ്തിട്ടുള്ളത്. ഇവിടെ തന്നെ കാണുമ്പോൾ വാളിലാണ് നമ്മൾ അവിടുത്തെ TV യൂണിറ്റ് ചെയ്തിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ടുള്ള TV യൂണിറ്റാണ്. ബോട്ടത്തിലൊരു സ്റ്റോറേജ്, ബാക്കിലൊരു പാനൽസ്, മുകളിൽ ഒരു ലെഡ്ജ് കൊടുത്ത് ഫോട്ടോസ് വെക്കാൻ വേണ്ടിയിട്ട് TV യൂണിറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇങ്ങോട്ട് വന്നാൽ ആണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം വരുന്നത്. മാസ്റ്റർ ബെഡ്റൂമിലോട്ട് വന്നാൽ ഇവിടെ ഒരു കിങ് സൈസ് കോട്ടും അതിൻ്റെ സൈഡിലായിട്ട് 2 ബെഡ് സൈഡ് ടേബിളും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു L ടൈപ്പിലുള്ള ഒരു വർക്കിംഗ് ടേബിൾ വിത്ത് സ്റ്റോറേജ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അതിന് ഒരു ഓവർഹെഡ് സ്റ്റോറേജും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇങ്ങോട്ട് വന്നാൽ 5 ഡോർ വാർഡ്രോബാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. അതിന് ലോഫ്റ്റും കൊടുത്ത് ഈ ഒരു വാൾ മൊത്തം കവർ ചെയ്യുന്ന രീതിയിലാണ് ഇവിടുത്തെ വാർഡ്രോബ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെയാണ് ഡ്രസ്സിങ് ഏരിയ. ഡ്രസ്സിങ് ഏരിയ എന്ന് പറഞ്ഞാൽ ഫുൾ കവർ ചെയ്യുന്ന രീതിയിൽ ഒരു യൂസർ ഡ്രസ്സ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ബോട്ടത്തിൽ സ്റ്റോറേജും ഒരു മിററും കൊടുത്ത് ഇവിടുത്തെ ഡ്രസ്സിങ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ വീട്ടിൽ എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമാണ്. നമ്മൾ ഫസ്റ്റ് കണ്ടത് മാസ്റ്റർ ബെഡ്റൂമാണ്. ഇങ്ങോട്ട് വന്നാൽ സെക്കൻഡ് ബെഡ്റൂം ആണ് വരുന്നത്. സെക്കൻഡ് ബെഡ്റൂമിലേക്ക് വന്നാൽ ഒരു കിങ് സൈസ് കോട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. 2 സൈഡിലും ബെഡ് സൈഡ് ടേബിളും കൊടുത്തിട്ടുണ്ട്. അതിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മളിവിടുത്തെ വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഫുൾ ഹൈറ്റിലാണ് കൊടുത്തേക്കുന്നത്. വാർഡ്രോബിൻ്റെ മുകളിൽ ലോഫ്റ്റും കൊടുത്തിട്ടുണ്ട്. ഒരു 3 ഡോർ വാർഡ്രോബാണ് ചെയ്തിട്ടുള്ളത്. അതിനോട് ചേർന്ന് തന്നെ നമ്മൾ ഡ്രസ്സിങ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ബോട്ടത്തിൽ സ്റ്റോറേജും സൈഡിൽ ഓപ്പൺ ഷെൽഫും കൊടുത്തിട്ടുണ്ട്. വിത്ത് മിറർ, ബാക്ക് ലൈറ്റ് ആണ് നമ്മളിവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ സ്റ്റെയർ വരുന്നത്. സ്റ്റെയറിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് വുഡൻ ഹാൻഡ് റെയിലാണ് കൊടുത്തിരിക്കുന്നത് വിത്ത് ഗ്ലാസ്. പിന്നെ നമ്മളിവിടുത്തെ വാളിലെല്ലാം ഫോട്ടോ ഫ്രെയിംസ് കൊടുത്ത് കൂടുതൽ മനോഹരമാക്കിയിട്ടുണ്ട്. നമുക്ക് ലൈറ്റിംഗ് പ്രൊഫൈൽ ലൈറ്റ് ആണ് സ്റ്റെപ്പിന് നമ്മൾ കൊടുത്തിട്ടുള്ളത്. നമ്മൾ കയറി വരുമ്പോൾ ഫസ്റ്റ് കാണുന്നത് സ്റ്റെയർ ഏരിയയിൽ സീലിംഗ് ആണ്. അവിടെ ഒരു വുഡൻ സീലിംഗ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. വിനീറിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അവിടെ തന്നെ ഹാങ് ചെയ്ത് ഒരു ഷാങ്ലിയറും നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇങ്ങോട്ട് വന്നാൽ താഴെ കാണുന്നത് ഫാമിലി ലിവിംഗ് ആണ്. ഫാമിലി ലിവിങ്ങിൻ്റെ ടോപ്പിലായിട്ട് നമ്മളിവിടെ ജിപ്സം സീലിംഗ് ചെയ്ത് അവിടെ ഒരു ചെറിയൊരു ഷാങ്ലിയർ ഹാങ് ചെയ്തിട്ടുണ്ട്. ഹാൻഡ് റെയിൽ നമ്മൾ ഇവിടം വരെ ഫസ്റ്റ് ഫ്ലോറിലെ ലിവിംഗ് വരെ കണ്ടിന്യൂ ചെയ്താണ് ഹാൻഡ് റെയിൽ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു 5 സീറ്റർ L ഷേപ്പ് സോഫയാണ് സീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. മറ്റൊരു ബെഡ്റൂം വരുന്നത് ഫസ്റ്റ് ഫ്ലോറിൽ ഇവിടെയാണ് വരുന്നത്. ഇവിടെ നമ്മൾ കിങ് സൈസ് കോട്ട് തന്നെയാണ് ഇവിടെ ബെഡ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സൈഡിൽ 2 ബെഡ് സൈഡ് ടേബിളും സൈഡ് ടേബിളിനോട് ചേർന്ന് തന്നെ ഒരു സിമ്പിളായിട്ടുള്ള വർക്കിംഗ് ടേബിളും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ വാർഡ്രോബ് പറഞ്ഞൊരു 3 ഡോർ വാർഡ്രോബാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് വിത്ത് ലോഫ്റ്റ്. നമ്മൾ വാർഡ്രോബിൻ്റെ അകത്ത്
ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. അതിനോട് ചേർന്ന് തന്നെ നമ്മുടെ ഡ്രസ്സിങ് നമ്മൾ താഴെ കണ്ട പോലെ തന്നെ എക്സാക്ട് അതുപോലെ തന്നെയാണ് നമ്മളിവിടെ ഫസ്റ്റ് ഫ്ലോറിലും ചെയ്തിട്ടുള്ളത്. ബോട്ടത്തിൽ സ്റ്റോറേജും ഒരു ഓപ്പൺ ഷെൽഫും വിത്ത് മിറർ ലൈറ്റിങ്ങും നമ്മൾ കൊടുത്ത് ഇവിടുത്തെ ഡ്രസ്സിങ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ സീലിംഗ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടൊരു സീലിംഗ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. പ്രൊഫൈൽ ലൈറ്റ്സ് സൈഡിൽ കൊടുത്ത് സ്പോട്ട് ലൈറ്റും കൊടുത്ത് സീലിംഗും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ആ ഒരു വ്യൂവിനെ പറ്റിയാണ്. നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ എൻട്രൻസ് ആണ്. എൻട്രൻസിൽ നിന്ന് നേരെ കാണുന്ന ഒരു ഓപ്പൺ സ്പേസ് ആണ്. ഓപ്പൺ സ്പേസ് നമ്മൾ ഗ്ലാസ് സ്ലൈഡിംഗ് ഡോർ ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നേരെ നോക്കിയൊരു വയലാണ് കാണുന്നത്. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷം. നിങ്ങൾക്കും ഇതുപോലുള്ള ഇന്റീരിയർ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാനാണ്. ഞങ്ങളുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വാട്സപ്പ് ത്രൂവും ഫോൺ കോളിലും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാനാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.